പ്രാർത്ഥിക്കുന്നത്? എന്തിനാ പ്രാർത്ഥിക്കുന്നത് അംഗനവാടി പോണ്? എന്തായിരിക്കും പാറു? കുറുമ്പുണ്ടായിരിക്കും അവർക്ക്. സ്കൂളിൽ ഇടുമ്പോ നോക്കിട്ട് വന്നോളൂട്ടാ. അപ്പൊ 6 വരുമ്പോ 6 കൊണ്ടുവന്നോളൂലേ അവരെ? ഇപ്പൊ ഞങ്ങള് വരണ്ടല്ലോ, 3 പേരെ കൊണ്ടുവന്നോളൂലേ അംഗനവാടിന്ന്. ഒരാളെ ഇവിടെ കൊണ്ടാക്കിട്ട് പിന്നെയും പോയിട്ട് പിന്നെ ഒരാളെ കൊണ്ടുവന്നിട്ട് അപ്പൊ എന്റെ മോനെ എവിടെ കേറിയിരിക്കും? ചേച്ചിമാരോട് പറ, അനിയന്മാരോട് പറഞ്ഞേ നല്ല മക്കളായിട്ട് പോയി വരാൻ. അല്ലോ ചേച്ചി എന്താ പറയണേ? അയിനോട് പറ. കുറുമ്പുണ്ടാക്കിയിരുന്ന പറവനോട് ഓക്കെ കെട്ടിപ്പിടിക്കടിയാവല്ലേ? കിഷോട് കടിയാവൾക്ക്, കിഷോട് കടി ചെല്ല്. നീ ചെമ്മരപ്പൊന്ന് ബൈ പാറു, ഓൾ ദ ബെസ്റ്റ്. നോക്കിയേ, നല്ല മോളായിട്ട് ആലോചിച്ച് എഴുതാ. എടുത്തുപിടി എഴുതരുത്. ഒരു പ്രാവശ്യം എഴുതി കഴിഞ്ഞിട്ട് രണ്ടാമത് റീചെക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ? കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, അവിടെ വിട്ടോ. കൺഫ്യൂഷൻ ചോദിച്ചു. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ബൈ. ഇംഗ്ലീഷിനൊന്ന് ബൈ പാറു. അല്ലു അല്ലു, നമ്മൾ ഇന്ന് എവിടേക്കാ പോണെന്നറിയോ? അല്ലു അല്ലു, ലുക്ക് അറ്റ് മൈ ഫേസ്. അഞ്ജുനെ നോക്കിയേ, നീ അഞ്ജുനെ നോക്കിയേ. അല്ലു, അഞ്ജു ഒരു കാര്യം പറയട്ടെ. പണ്ടേ ചേച്ചമ്മേനല്ലേ, ചേച്ചമ്മേനെ കൊണ്ട് അംഗനവാടി പോയിട്ടുണ്ടായിരുന്നു അഞ്ജു. ബാഗൊക്കെ ഇട്ടിട്ട് അവൾക്ക് അപ്പൊ ഇത്രയും മുടി ഉണ്ടായിരുന്നല്ലോ, ഇത്രയും മുടി. അതുപോലെ 2 തുണ്ടിയാക്കി ഇട്ടിട്ട് അംഗനവാടി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ചേച്ചിക്ക് ഇത്തിരി കുറുമ്പൊക്കെ ഉണ്ടായിരുന്നു. ഇല്ലു ചേച്ചിക്ക് ഭയങ്കര കുറുമ്പൊക്കെ ആയിരുന്നു. അപ്പൊ എന്താ അവിടെ കുറെ ടോയ്സ് ഒക്കെ ഉണ്ട്, ഇങ്ങനെ ഒഴുകൂലേ നമ്മള്. അപ്പൊ നീ വേണം കാശിക്കുട്ടനെ നോക്കാൻ. കാശിക്കുട്ടൻ ചിലപ്പോ മതിലൊക്കെ ചാടിപ്പോവും, മതിലൊക്കെ ചാടിപ്പോവും. അല്ലോ, കാശിക്കുട്ടൻ ചിലപ്പോ മതിലൊക്കെ ചാടിപ്പോവും, ഫ്രണ്ട്സിനൊക്കെ ചിലപ്പോ തല്ലും, കുറെ സാധനങ്ങളൊക്കെ വലിച്ചെറിയും. അപ്പൊ നീ വേണം അവരെ നോക്കാൻ, അവര് നിന്നെ നോക്കില്ല. ഓക്കെ? അപ്പൊ വലിയേട്ടൻ കിട്ടുന്ന ബ്രഷ് എടുത്ത്. അല്ലു, കാശഞ്ചനോട് പറയണേ, കാശഞ്ചനോട് പറയണേ, അല്ലുച്ചേട്ടന്റെ കയ്യുമ്മലേ ഒരു വലിയൊരു വള. അത് അപ്പൊ പറഞ്ഞേ ഗൈസിനോട് പറ. ഗൈസ്, ഞങ്ങളിത് അംഗനവാടി ഇപ്പൊ ഒരു മിടുമിടുക്കൻ ഞങ്ങളുടെ കുഞ്ഞിപ്രാണി ഇവിടെ ബ്രഷ് ചെയ്ത് വായൊക്കെ കഴുകിയിരിക്കുന്നു. അതിന് മോനെ എവിടിച്ചാ പോണത്? പൊന്നെ അച്ഛ മോറൊക്കെ കഴുകിയ അച്ഛന്റെ പൊന്ന് ഫേസ് ഒക്കെ വാഷ് ചെയ്താ? അവിടെ അപ്പച്ചിണ്ട് ഇരിക്കണ്ട, നമുക്ക് വേഗം കുളിക്കാം. ഇപ്പൊ നമ്മുടെ കാശിക്കുട്ടനെ വിളിച്ചെണീപ്പിക്കട്ടെ. അവര് എണീക്കാനൊന്നും വലിയ മടിയില്ല കേട്ടോ. ഒരൊറ്റ വിളിയിൽ കാശ് എണീറ്റോളൂ. ഒരു ചിണുക്ക ഉണ്ടാവും, പക്ഷെ എണീറ്റോളൂ. ഞാൻ വിളിച്ചെണീപ്പിച്ചു കൊടുത്താ. അച്ഛൻ ഉടനെ ഞാൻ അവനെ ഫീഡ് ചെയ്തിരുന്ന സമയത്ത് ഞാൻ എണീക്കുമ്പോൾ അപ്പ കാശിമോൻ എണീക്കും. കാരണം ആ സമയം അവൻ പാല് കുടിച്ചെടുക്കുന്ന സമയമായതുകൊണ്ട് പാറൂൻ്റെ അടുത്തേക്കാൻ പോകുമ്പോൾ അവനിപ്പോൾ എന്തായാലും എണീക്കും. രാവിലെ തന്നെ പാറു പോകുമ്പോഴത്തേനും അവൻ കുളിച്ച് അവൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലൊക്കെ കഴിയും. ഫീഡിങ് നിർത്തിയ പിന്നെ അച്ഛൻ മതിയാണ്. ഈ അച്ഛൻ ഇങ്ങനെ ആങ്ങി തൂങ്ങി കെടുക്കും. അച്ഛൻ എണീക്കുമ്പോഴേക്കും ആവി എണീക്കുള്ളൂ. എന്തേ അച്ഛൻ ഇങ്ങനെ കെട്ടിപ്പിടിച്ച്, ഇവനെ എണീക്കുമ്പോൾ ഇങ്ങനെ ചൂട്ടോടെ കെട്ടിപ്പിടിച്ച് കെടുക്കും. അവൻ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങും. വിളിക്ക്, അംഗനവാടി പോണ്ടാണ്. എന്താക്കും മോൻ? അംഗനവാടി എന്താക്കും? 2 മുറിച്ചിടും. അങ്ങനല്ല കാശിക്കുട്ടാ, അമ്മയുടെ പൊന്നേ, സ്കൂളിൽ പോണ്ടേ നമുക്ക്? കാശിക്കുട്ടാ, സ്കൂളിൽ പോണ്ടേ നമുക്കിന്ന്?
പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് കളിക്കാൻ പോണ്ടേ? പാപ്പ തിന്നാൻ പോണ്ടേ? ആ ഗുഡ് ബോയ് അല്ലേ? ആ ഗുഡ് ബൈ. അച്ഛനൊരു ഉമ്മ കൊടുത്തിട്ട് വന്നേ, താഴത്തേക്ക് പോവാം നമുക്ക്. അച്ഛൻ അച്ഛക്കൊരു ഉമ്മ കൊടുക്ക്. പോണെന്നറാ, വേഗം വരാൻ പറ കുളിച്ചിട്ട്. കാശി പാപ്പ തിന്നാൻ പോണു, സ്കൂളിൽ പോണെന്നറാ. ബൈ. നമ്മുടെ കാശുകുട്ടനെ എനിക്ക് ഭയങ്കര സുഖ. പക്ഷെ ചില സമയത്ത് അവന് ഇത്തിരി അടച്ചിലൊക്കെ ഉണ്ടാവും കേട്ടോ. ഡൈവേർട്ട് ആക്കാനായിട്ട് എളുപ്പമാണ്. നല്ല ഉറക്കം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് എന്താ ബൈ പറച്ചനോട്. ഞാൻ അംഗനവാടി പോണ്. കാശി ബ്രഷ് തരാട്ടമ്മ. ചേട്ടന്മാരവിടെ കുറുമ്പെടുത്ത് നിൽക്കുന്നുണ്ട്. അല്ലു ചേട്ടനോട് പല്ലേക്കാൻ പറയണം കേട്ടാ. ഓക്കെ പറ്റി. പൊന്നെ പല്ല് തേക്ക്. അമ്മ 1 2 3 എന്നിട്ടെ 1 2. അമ്മ തേക്കട്ടെ, തേപ്പിച്ചേട്ടെ. 1 2 3. വേണ്ട ഓക്കെ. ചാച്ചൻ എങ്ങനെ തേക്കാന്നറിയോ? കാണിച്ചെടുത്ത് 1 2 3. ഇങ്ങനെ പിടിക്കുന്നുണ്ട്, ഇങ്ങനെ കാണിക്കുന്നത് കണ്ട. ഇങ്ങനെ അങ്ങനെയാണ് ഞങ്ങൾ തേച്ചത്. 2 എണ്ണം അവിടെ അല്ലു കണ്ട ഇങ്ങനെ കാണിച്ചു കൊടുത്ത കാശുകൂട്ട നിറച്ചിട്ടല്ല. പേസ്റ്റ് മേടിക്കണം ക്രാവിന്റെ പേസ്റ്റ് എരിയുത്. ഞമ്മ അല്ലു എങ്ങനെന്നറിയോ? ഇതല്ലു എങ്ങനെ കാണിച്ചു കൊടുക്കട്ടെ അമ്മ. കണ്ട അല്ലു ചേട്ടൻ കണ്ട. ഏകദേശം എനിക്ക് പാറുമായിരുന്ന സമയത്ത് എനിക്ക് ഏറ്റവും പ്രശ്നം ഉണ്ടായിരുന്നൊരു സംഭവം അവളെ പിടിക്കുക എന്നുള്ളതായിരുന്നു. വെച്ചാൽ അവൾക്ക് ഇങ്ങനെ ടൈം കറക്റ്റ് രാവിലെ തന്നെ പോവില്ല, അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ കാശിക്കുട്ടനെ കുഴപ്പമില്ല, അവനൊന്ന് ഇരുത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പോവും. അല്ലെങ്കിൽ എപ്പോഴെങ്കിൽ ഇരുന്ന് അങ്ങനെ പറഞ്ഞോളൂ, വലിയ ടെൻഷനില്ല. നോക്കാം. അപ്പോൾ ഇവന്മാരെ ബ്രഷൊക്കെ ചെയ്യിച്ചിട്ടുണ്ട്. ഇനി ഒന്ന് ഇടിക്കട്ടെ, അത് കഴിഞ്ഞ് കുളിപ്പിച്ച് ഫുഡ് കൊടുത്തിട്ട് പറഞ്ഞേക്കാം. ന്യൂ ഡ്രസ് അയ്യോ നമ്മളെവിടേക്ക് പോകാന്നറിയോ? ഇപ്പൊ എവിടേക്കറിയോ? ന്യൂ ഡ്രസ് എടുക്കാം. സ്കൂളിൽ പോയിട്ടില്ലേ നമ്മൾ നേരെ കടയിൽ പോയിട്ടില്ലേ? ആ കടയിലെ ന്യൂ ഡ്രസ്സുകൾ ഉണ്ടോ? ആ ന്യൂ ഡ്രസ് ഒക്കെ എടുത്തിട്ട് നമ്മൾ എവിടെ പോവും? ബാഗ് മേടിക്കണ്ടേ? ന്യൂ ബാഗ് മേടിക്കണ്ടേ? ന്യൂ
കൊട മേടിക്കണ്ടേ? നമ്മള് സ്കൂളിൽ പോകുമ്പില്ലേ കേട്ടാ, നമ്മൾ സ്കൂളിൽ പോകില്ലേ? നമ്മൾ പ്ലേ സ്കൂളിൽ പോകുമ്പോള് പ്ലേ സ്കൂളിൽ എന്ത് വേണം? നമുക്ക് ചോറ് പാത്രം വേണം, ടിഫിൻ ബോക്സ്, ലഞ്ച് ബോക്സ് ഒക്കെ വേണം. അപ്പൊ ടിഫിനും ലഞ്ചും ഒക്കെ എല്ലാവർക്കും വേണം. എന്ത് കൊടുക്കും? എന്ത് തിന്ന ലഞ്ചൊക്കെ? ടിഫിനും ലഞ്ചൊക്കെ ഇല്ലല്ലോ. ടിഫിനും ലഞ്ചൊക്കെ കഴിക്കണം പ്ലേ സ്കൂളിൽ പോകുമ്പോ. നമുക്ക് അംഗനവാടി പോവാ കേട്ടാ. അംഗനവാടിയിൽ നിന്ന് എന്ത് തരും? കഞ്ഞി തരും, മുട്ട തരും. സ്പ്രേ അടിക്കണ്ട? എന്ത് കൈ അടിക്ക്. ആ സ്പ്രേ മതിയാ? പക്ഷെ അതില് സ്പ്രേ ഉണ്ടാ? ആ ഉണ്ട്. എല്ലാ സ്പ്രേയും കൂടെ അടിക്കണ്ട. എല്ലാ സ്പ്രേയും കൂടെ അടിച്ച വല്ല വയ്യായി വരും. അവിടെ ഗോപി പൊട്ട് തൊട്ടു നോക്കട്ടെ. കണ്ണാടവിടെ കണ്ണാടവിടെ പൊട്ട് തൊട്ടേട്ടാ. മുടി മാറ്റിക്ക്, മുടി മാറ്റി വെച്ചാ. സുന്ദരായിട്ടുണ്ട്. അതെ ഇപ്പുറത്ത് കുറച്ച് പൊടി അത് ഇപ്പുറത്തേക്ക് ആക്കണം. അല്ലോ നമ്മളിപ്പോ അംഗനവാടി പോയിട്ടില്ലേ? അവിടുത്തെ ടീച്ചറോട് കാര്യം പറയണം. ടീച്ചർ ഞങ്ങൾക്ക് വിശക്കുമ്പോള് നമ്മളിങ്ങനെ കരയും. അപ്പൊ ഞങ്ങൾക്ക് പാപ്പം തരണം. പിന്നെ അല്ലോ മുട്ട തരും. മുട്ട വേണ്ട, മുട്ട വേണ്ടേ? ഓക്കെ, പാപ്പം തരും. അപ്പൊ പാപ്പൊക്കെ തിന്നണം കേട്ടോ. അപ്പൊ ടീച്ചർ പറയും അല്ലോ പാപ്പം തിന്നെ വേഗം അങ്ങനെ പറയും കേട്ടാ. പാപ്പൊക്കെ തിന്നിട്ട് വേണം സ്കൂളിൽ പോവാൻ. എങ്കിലും സ്കൂളിൽ പോവാൻ പോണേ പാപ്പ തിന്നാട്ടാ. എന്തിനാ സ്കൂളിൽ പോണത്? എന്തിനാ സ്കൂളിൽ പോണതല്ലോ? വേണ്ടാന്ന് പറയുന്നത്. എന്നെ സ്കൂളിൽ പോണം, കൊറേ ഫ്രണ്ട്സ് ഉണ്ടാവും അവിടെ. എന്തിനാ സ്കൂളിൽ പോണത്? ഷൂഷുള്ള മുട്ടുമ്പോ പറയണം കേട്ടാ. ഷൂഷുള്ള മുട്ടുമ്പോ പറയണം. പിന്നെന്ത് പറയും? ഓ ഓ ഇടാൻ മുട്ടും. പാമ്പേഴ്സ് ഇടില്ല, പാമ്പേഴ്സ് ഇടിക്കണ്ട. അങ്ങോട്ട് പാമ്പേഴ്സ് ഇടിക്കണ്ട. അത് ഒരു 5-6 ട്രൗസർ എടുത്ത് വെക്കുക. അത് അങ്ങനെ പഠിക്കട്ടെ. അല്ലെങ്കിൽ സ്കൂളിൽ പോകുമ്പോൾ പ്ലേ സ്കൂളിൽ പോകുമ്പോൾ ഇട്ട് പറഞ്ഞേക്കിട്ടില്ലേ? പറഞ്ഞേ ഗായ്സ്, ഗായ്സ് പടവാടി ചങ്ങി ചങ്ങി നോക്കി വാങ്ങി അടിയോടി തെറ്റിദ്ധരിക്കണേ. അടിച്ച് പിടിച്ച് കുടിച്ച് കുടിച്ച് ഡിസിന് നമുക്ക് പുട്ടയും ഗോതമ്പ് പുട്ടുണ്ട്, അരിപ്പുട്ടുണ്ട്. കാശിപ്പുട്ടൻ്റെ ഗോതമ്പ് പുട്ടാണ് ഇഷ്ടം. അപ്പോൾ അവനുള്ള ഗോതമ്പ് പുട്ട് കൊടുക്കട്ടെ. ഇനി കുറച്ചും കൂടെ നേരത്തെ ആവണം, കാരണം ഇപ്പോഴത്തെ 9:30. കുറച്ചും കൂടെ നേരത്തെ ആവണം. കുറച്ചും കൂടെ നേരത്തെ ആയാൽ നമുക്ക് അത്ര ഹറിബറി ആവണ്ട. വളരെ റിലാക്സ് ആയിട്ട് കഴിക്കാം. ചായ ഒഴിച്ചിട്ടാക്കാൻ കഴിക്കില്ല. ഗോതമ്പ് അരിപ്പുട്ട് ഇരിക്കുന്നത് നല്ല കുട്ടിയായിട്ടിരിക്കാൻ അല്ല ഞങ്ങൾ അംഗനവാടി പോവാൻ ചേട്ടാ. അംഗനവാടി തന്നെ അന്നു കരയണെന്ന്, അന്നു കരയണെന്നടാ. അയ്യോ നോക്കിട്ട് നോക്കിട്ട് നിങ്ങളുടെ ചേട്ടനത് അല്ലേ? ആരിനത് പോയത്? ചേട്ടൻ. ബിസ്ക്കറ്റും
റെഡി ഗെറ്റ് റെഡി. അപ്പം ഞാൻ ഇരിക്കുന്ന പുതിയ കുർത്ത എങ്ങനെയുണ്ട്? അപ്പം അത് നല്ല സൗണ്ട് ഉണ്ട്. നല്ലൊരു കുർത്ത സെറ്റാണ്. പക്ഷെ ഇത് ഞാൻ പാൻറ് ഉണ്ടാവും വിചാരിച്ചില്ല. പാൻറ് നല്ലൊരു നോക്കി നല്ലൊരു പലാസോ സെറ്റാണ് പാൻറ്. കോളറിലേക്കാണ് ഷേപ്പ് ചെയ്യാനുണ്ട്. പക്ഷെ എനിക്ക് ഇപ്പോഴേ ഷേപ്പ് ചെയ്യാനാണ് ഇഷ്ടം. ആദ്യം ഭയങ്കരമായിട്ട് ഷേപ്പ് ചെയ്യുന്നത്. പക്ഷെ എനിക്കിപ്പോൾ ഷേപ്പ് ചെയ്യാൻ പറ്റിയതാണ് ഇഷ്ടം. കാശിക്കുട്ട റെഡി? കാശി അല്ലു കാശി നോ നോ അല്ലു ലെറ്റ്സ് ഗോ. കാച്ചിക്കുട്ടൻ അയിന് വാ വാ. കാച്ചിക്കുട്ട എവിടെ പോണ്? സ്കൂളിലേക്ക് പോണ്? സ്കൂളിലേക്ക് എന്തിനാ പോണ്? ഇതാണ് നമ്മുടെ പാറുമോളുടെ സ്കൂൾ. പാറുവിൻ്റെ സ്കൂളിൻ്റെ അവിടെ നിന്ന് നേരെ എൻ്റെ പൊന്നെ നേരെ ഇങ്ങനെ പോകുമ്പോൾ ഇത് ഞങ്ങളുടെ മേമ്മയുടെ വീട്. മുത്ത ഇതാണ് ഞങ്ങളുടെ മേമ്മയുടെ വീട്. എന്താടിത്? അല്ലു വാ പോവാ. കാണണ്ടേ? നമ്മുടെ അംഗനവാടി കാണണ്ടേ? ഞാന് വീണോ? ഇതാണ് ഞങ്ങളുടെ അംഗനവാടി. ചായ കൊടുക്കട്ടല്ലോ എടുത്തിട്ട്. എന്താ ഇവിടെ സംഭവം? ഷൂര് കളിക്കാണെങ്കിൽ വണ്ടി അല്ലുട്ടാ വായു. നമുക്ക് അവിടെ അടുത്ത് പോയിട്ട് കളിക്കാൻ. എത്തിക്കഴിഞ്ഞപ്പോ എന്താന്ന് അറിയാൻ മേല. അവനാ വാച്ചില് ലയിച്ചു പോയി. പുതിയൊരു വാച്ച് കെട്ടിട്ടുണ്ടെന്നവനെ തൊട്ടായിരുന്നു. അതെല്ലാവരെയും വിളിച്ച് കാണിച്ച് ചെരുപ്പൂരാനൊക്കെ മറന്നു. എന്തിന്റെ കണ്ണു എന്തിട്ടാ ഇവിടെ ഇരിക്കടാ? നമ്മുടെ അംഗനവാടിയിൽ അത്യാവശ്യം കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. അതിൽ ഏറ്റവും പിടുങ്ങുകൾ തോന്നുന്നത് നമ്മുടെ 3 മക്കളാണ്. അതിനൊക്കെ കുഞ്ഞു മക്കളുണ്ടെങ്കിലും അവരൊക്കെ ഭയങ്കര ടോക്കറ്റീവാണ്, നന്നായിട്ട് സംസാരിക്കുന്ന മക്കളാണ്. അവരുടെ ആവശ്യങ്ങൾ അവർ പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ 3 കുരുന്നുകളാണ് ഒരേപോലെ ഒന്നും സംസാരിക്കാത്ത ആൾക്കാർ. സംസാരിക്കുന്നുണ്ടോ ഒട്ടും സംസാരിക്കുന്നില്ല എന്നല്ല, അവർ 3 പേർക്കും അവരുടേതായ ഒരു ഭാഷയുണ്ട്. അത് ഞങ്ങളുടെ വീട്ടിലുള്ളവർക്ക് മനസ്സിലാവും, പുറമേ ഉള്ളവർക്ക് അത് മനസ്സിലാവില്ല. അതാണ് പ്രശ്നം കേട്ടോ. അപ്പോൾ അതേ കുറച്ച് നേരം അവിടെ ഇരുന്നു. അതിനുശേഷം വീണ്ടും നമ്മുടെ പിന്നാലെ ഇങ്ങനെ നടക്കുകയാണ്. അവർക്ക് മനസ്സിലായി എന്തോ ഉണ്ടെന്ന്. പക്ഷേ അല്ലുവിനാണ് കുറച്ചും കൂടെ പ്രശ്നം. അയിനും കാശിയായാലും
ആ ഒരു സിറ്റുവേഷനായിട്ട് ഇണങ്ങി ചേർന്ന് പോകുന്ന ആൾക്കാരാണ്. പക്ഷെ അല്ലൂട്ടം പെട്ടെന്നൊന്നും ഇങ്ങനത്തെ കാര്യങ്ങൾ മറക്കൂല. അതുകൊണ്ട് അതിൻ്റെതായ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവർ പ്രവേശനോത്സവത്തിൻ്റെ അന്നാണല്ലോ നമ്മൾ ഇങ്ങനെ അവർ ചേർത്തുന്നത്. 3 വയസ്സാണ് കാശിക്കുട്ടന്. ഈ മാസം 22-ാം തീയതിക്ക് 3 വയസ്സാവും. കാശിക്കുട്ടൻ മാത്രം ദേ ഇവിടെ സർക്കസ് കളിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? അവൻ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനാണ് കാശിമോൻ ഇഷ്ടം. ഇപ്പോൾ എല്ലാവർക്കും ഓരോ ബലൂൺസും ക്രയോൺസും ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കീത്ത് ചെന്നിട്ട് 3 പേർക്കും കൂടെ ഒരുമിച്ച് നിർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അവിടെ രസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ബലൂണിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ക്രയോൺസും കാര്യങ്ങളും സത്യം പറഞ്ഞാൽ ഞങ്ങളൊരു ഉപയോഗിക്കാൻ കൊടുത്തിട്ടേ ഇല്ല. പാറുമോളിലേക്ക് ഒന്ന് കോച്ചിക്കൊണ്ട് പോയിട്ട് ഈ ചുമരുമലൊക്കെ വരയ്ക്കേണ്ട ഒരു വരേ അവർക്കുള്ളൂ. അതല്ലാണ്ട് ഇവർക്ക് വേണ്ടി പെയിൻറ്റിങ്ങിനും വരച്ച് കളിക്കാൻ അങ്ങനെയൊന്നും നമ്മൾ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ക്രയോൺസ് ഫുൾ അവർ ഓൺ ദ സ്പോട്ടിൽ നശിപ്പിച്ച് കളഞ്ഞു കേട്ടോ. പക്ഷെ അതുപോലെ തന്നെ ബാക്കിയുള്ള കുട്ടികൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. പിന്നെ ആ കുട്ടികളെന്നൊക്കെ പറഞ്ഞാൽ അംഗനവാടിയിൽ ഒരുപാട് നാളുകളായിട്ട് ഉള്ള കുട്ടികളാണ്. അതിൽ കുറച്ച് 2-3 കുട്ടികൾ അങ്ങനെ തോന്നുന്നു പുതിയതായിട്ട് വന്നിട്ടുള്ള പിള്ളേർ. കുറേ പേര് അവിടുത്തെ സീനിയേഴ്സാണ് ഗൈസ്. നമ്മുടെ പിള്ളേർ അത് കേട്ടി അത് മൊത്തം പുറത്തെടുത്ത് അവിടെ ഇവിടെ കൂത്തി വരച്ച് വീട്ടിലുള്ള അതേ കലാപരിപാടികൾ തന്നെയാണ് അവരവിടെയും ചെയ്യണത്. എന്തെങ്കിലും കാണിക്കട്ടെ എന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഞങ്ങൾ. അല്ലു അപ്പോഴും എന്താ പറയുക, അല്ലുവിന് മനസ്സിലായി നമ്മൾ ഇവിടുന്ന് സ്കൂട്ടാവാനുള്ള തീരുമാനങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത്. അല്ലുവിന് പതുക്കെ മനസ്സിലായി. അവിടെ ഇത്രയും മീറ്റിംഗ് എല്ലാ പിള്ളേരും അവിടെ ഉള്ളപ്പോൾ ഇവർ 3 പേരും മാത്രം സെപ്പറേറ്റ് മാറിയിരുന്ന് ഇപ്പുറത്തിരുന്ന് കളിക്കുകയാണ് കണ്ടോ. ഇവർ 3 പേരും ഇവരുടെ 3 പേരുടേതായ ലോകം. അവർക്ക് വേറെ ആൾക്കാരൊന്നും കൂട്ടണ്ട, വേറെ ആൾക്കാർ വേണ്ട അവർക്ക്, അങ്ങനെയാണ്. പിന്നെ നമുക്ക് ഓരോരോ കാര്യങ്ങളൊക്കെ ആയിട്ട് കൊണ്ടു തന്നായിരുന്നു. ജ്യൂസ്, അതേപോലെ തന്നെ പാരൻസ് തന്നെ ഉണ്ടായിക്കൊണ്ടുവരുന്ന ഒരുപാട് സ്നാക്സും കാര്യങ്ങളൊക്കെ. നമ്മുടെ പാറുമോള് കുറച്ച് നാൾ ഇവിടെയായിരുന്നു. അതിനുശേഷം ഞാൻ അംഗനവാടി മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡെലിവറിയൊക്കെ ആയപ്പോൾ എൻ്റെ അംഗനവാടി അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ അംഗനവാടി. ഇവിടെ പാറുവിന് മാക്സിമം 1 മാസത്തെ ഒരു എക്സ്പീരിയൻസേ പാറുവിന് ഇവിടെ ഉള്ളൂ. അപ്പോൾ ദേ ഞങ്ങളായാലും ഉണ്ടയായാലും കള്ളപ്പായാലും അടയായാലും ഞങ്ങളെടുത്ത് കഴിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഇനി ഇവരെ കുറച്ച് നാളത്തേക്ക് ഉച്ച വരെയാണ് ഇരുത്തുക. ഒരാഴ്ച 1.5 ഉച്ച വരെ ഇരുത്തി പതുക്കെ അങ്ങനെ ചെയ്യും. പക്ഷേ എനിക്കായാലും കീത്തുനായാലും ഭയങ്കര ടെൻഷനാണ്. എന്നെക്കാളും ടെൻഷനാണ് കീത്തുന്. ഒന്നാമത് ഞാൻ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു അമ്മയാണ്. എനിക്ക് പാറുവിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം. എത്ര നാൾക്ക് ഇവർക്ക് വാശി ഉണ്ടാവും, എത്ര നാൾ കഴിഞ്ഞാൽ ആ ഒരു ട്രാക്ക് ഇവർ വരും, അതൊക്കെ എനിക്കറിയാം. പക്ഷെ അതുപോലെ കീത്തുന് അറിയില്ലല്ലോ. നമ്മുടെ അമ്മൂമ്മയാണിത്. അമ്മൂമ്മ തൊട്ടപ്പുറത്തുള്ളതുകൊണ്ട് ഒരു ചെറിയ ധൈര്യമുണ്ട്. കാരണം അമ്മൂമ്മ ഇടയ്ക്കിടയ്ക്ക് വന്നവരെ നോക്കിക്കോളും. കാശിക്കുട്ടൻ ഇതാണ് കേട്ടോ. ഇപ്പം തന്നെ ടീച്ചർക്ക് മനസ്സിലായി ഇവനൊരു വിരുദ്ധനാണ്, ഇവൻ്റെ മേലൊരു കണ്ണ് വേണമെന്ന് ടീച്ചർക്കും ആയക്കും മനസ്സിലായിട്ടുണ്ട് കേട്ടോ ഗൈസ്. കീത്തു നോക്കാണ്. അമ്മമാർ പോകുമ്പോൾ പിള്ളേർ ദേ കരഞ്ഞു തുടങ്ങി, കീത്തൊരു ടെൻഷനായി തുടങ്ങി. നമുക്ക് വിഷമമാണ്. കാരണം നമ്മുടെ വീട്ടിൽ 3 പേരും ഉണ്ടായിട്ട് വീട് ഭയങ്കര സൈലൻ്റ് ആയിരിക്കും കേട്ടോ. കാശിക്ക് കുറുമ്പുണ്ടെന്ന് കുട്ടികൾ കരയുമ്പോൾ ഓരോ കുട്ടികളുടെ അടുത്ത് സമാധാനിപ്പിച്ചത് അകത്തേക്കൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. കുറേ പിള്ളേർ സൈലൻ്റ് ആയിട്ട് ഒരു പ്രശ്നമില്ലാണ്ടിരിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെയായിരുന്നു നമ്മുടെ പാറുമോൾ ഇരുന്നിരുന്നത്. പാറുമോൾ പിന്നെ 2-ാമത്തെ ആഴ്ചയോട്ട് ഭയങ്കര ഇടച്ചിലായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് ഒട്ടും ഇഷ്ടമല്ലാണ്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പനി അടക്കം വരേണ്ട ഒരു അവസ്ഥ വന്നു. അതായത് അംഗനവാടി പോകുമെന്ന് പറയുമ്പോൾ പാറിന് പനി പിടിക്കും, അങ്ങനെയായിരുന്നു. ആ ഒരു ട്രാക്കിക്കാണ് ഇപ്പോൾ നമ്മുടെ അല്ലുമോനും പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലുവിൻ്റെ ഇതുവരെയുള്ളൊരു കാഴ്ചപ്പാട് കൊണ്ട് പോവാം. പക്ഷെ ഇവരിവിടെ നിർത്തിയിട്ട് തെറിച്ചാലോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. നടക്കുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. കിത്തു നമ്മുടെ വീട്ടിലെടുത്ത് കൊടുത്തുകൊടുക്കണ പോലെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഞങ്ങള് പോകുമ്പോ ഞങ്ങൾ അപ്പുറത്തേക്ക് പോകുള്ളൂ. മാമിനോട് പോയിട്ട് നമുക്ക് പാറൂനെയും കൊണ്ട് പോകുമ്പോ 11:30. എന്തോ പക്ഷേ ഇവര് 3 പേരായതുകൊണ്ട് ഇവരാക്കി പോകുമ്പോള് നമുക്കൊരു സമാധാനം. അതായത് അവർക്ക് പരസ്പരം അവരെന്നും കാണുന്ന ആൾക്കാരുണ്ട്.
അതേ സ്ഥാനത്ത് ഒരാളാണെങ്കിൽ നമുക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അല്ലു അതിനും കരയാണെങ്കിൽ ചിലപ്പോ കാശി ചുറ്റുള്ള പിടിച്ച് തല്ലു. അതെ, കാശിക്ക് അങ്ങനെ സ്വഭാവം ഉണ്ട്. ഇടിക്കൊക്കെ ചെയ്യും. അതുണ്ട്. അത് പെട്ടെന്ന് വന്നിട്ട് ഇന്നലെ ഇടിക്കും. ഇങ്ങനെ സംഭവം ഉണ്ട്. കാശി അവിടെ കിടന്ന ആളാണ്. ഇപ്പൊ നമുക്ക് ഞങ്ങൾ ഇവിടെ മേമരോട് ഞങ്ങൾ നിൽക്കും കുറച്ചൊരു അരമണിക്കൂർ ഇവിടെ നിന്നിട്ട് വരും. ഞങ്ങള് ആദ്യം പോവാൻ പറഞ്ഞു. അതെ, ചിലപ്പോ സെറ്റ് ആയിരിക്കും. കാരണം 3 പേരുള്ളതുകൊണ്ട് തന്നെ സെറ്റ് ആവായിരിക്കും. നിഖിലിപ്പോ ഓടി വരും. എനിക്കിപ്പോൾ തോന്നല് നമ്മളെ പഴയ പെരേന്ത റോഡൊക്കെ അല്ലേ, അപ്പൊ പിന്നെ ഒന്നും കിടക്കാം, അവിടെ ഒന്നും കിടക്കാൻ ചാടിയെന്താടാ ഇപ്പൊ ഓണണ്ടാ ചോദിച്ചിട്ടേ എനിക്ക് തോന്നുന്നത് പരസ്പരം 3 പേരെ നോക്കി സമാധാനിക്കും. മനസ്സിലായി, അങ്ങനെ ആയിരിക്കും. പക്ഷെ ഒറ്റയ്ക്ക് എന്തായാലും സമ്മതിക്കില്ല, ഉറപ്പണത്. അല്ലു മൈനും കാശി ഉണ്ട് ഇവിടെ അംഗനവാടിയില്. എവിലു അംഗനവാടിയിൽ അല്ലു അതിനും കാശി പോയിട്ടുണ്ട്. സ്കൂളില്ല പോണ, വെറുതെ പോയത് കൂടെ. ഞാൻ കുറച്ചേരെ 3 എണ്ണം അപ്പുറത്തുണ്ട്, 3 എണ്ണം അവിടെ ഉണ്ട്, 3 എണ്ണം അംഗനവാടിയിലുണ്ട്. ഇരുന്നോന്നല്ല ഞങ്ങൾ ഓടിപ്പോന്നു. കാശ് അവിടെ മോനെ ഇരിക്കുന്നുണ്ട്. നീ ഓടിപ്പോന്നു അവിടുന്ന്. ഞങ്ങൾ ഓടിപ്പോന്നു. ഇനി കുറച്ച് ചെന്നൊന്ന് എത്തിച്ചു നോക്കണം. മിണ്ടാതെ ഉരിയാടാതെ. ഇല്ല, എനിക്ക് ഉറപ്പാണ് കളിക്കായിരിക്കും. എനിക്ക് അല്ലുവിനെ മാത്രമേ കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ. കാരണം അവൻ ചോദിച്ചു ചിലപ്പോ കാണില്ല. അല്ലൂടിയത് അപ്പൊ തുടങ്ങിയ അല്ലി കാശി ഞാൻ നിൽക്കാണ്ട് വഴിയില്ല അല്ലെങ്കിൽ കാശിക്കുട്ട കാശിക്കുട്ട വാ പോവാ. അയിന് വാ പോവാം. വേണ്ടേ ഞങ്ങ പോട്ടെന്നാ. വാ കാശി വാ. കാശി ഇതാണ് പണി. ഗൈസ് നമ്മുടെ എന്താ പറയുക, എന്നെ കണ്ട വശം ഓടി വന്നെങ്കിലും പിന്നെ ഇവർ കളിയായിട്ടോ. അതിനു കളിക്കില്ല, അതിനല്ലാതെ ഇങ്ങനെ നോക്കി ഒബ്സർവ് ചെയ്ത് നിൽക്കുന്ന ഒരു കുട്ടിയാണ് അവനിങ്ങനത്തെ. ഇപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ട് ഇവരെ സ്കൂളിൽ ചേർത്തിട്ട് കുറച്ച് നാളായല്ലോ അംഗനവാടി ചേർത്തിട്ട്. അപ്പോൾ ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനിങ്ങനെ ട്രൈ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഓരോന്നിലും കയറി ആദ്യമൊക്കെ അവനിതൊന്നും എല്ലാതും ഇങ്ങനെ കണ്ടു നിൽക്കും. അതല്ലാണ്ട് കുഞ്ഞു ടോയ്സുകൾ വെച്ചിട്ട് മാത്രം അവൻ കളിക്കുള്ളൂ. കണ്ട അവനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കയറാൻ ട്രൈ ചെയ്യുമ്പോഴത്തേനും അടുത്ത കുട്ടികൾ വരും. അപ്പോൾ അവൻ പിന്നേക്ക് പതുക്കെ പിന്നേക്ക് പോകും. ഇനി അഥവാ കണ്ട എൻ്റെ മോൻ പാവം
ബാക്കി അത് കയ്യൊക്കെയുള്ള കാര്യക്കാരെന്ന് പറയില്ല, അങ്ങനെയാണ്. അത് നമ്മുടെ കാശിമോനൊക്കെ ആ ഒരു ഗണത്തിൽപ്പെട്ടതാട്ടോ. ഇടിച്ച് കയറി അവൻ്റെ കാര്യങ്ങൾ അവൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും. അതിനോട്ടൊരു ഇത്തിരി പേടിയാണ്. അപ്പം ടീച്ചർ പറഞ്ഞിട്ട് എടാ അവരൊന്ന് ചെയ്യട്ടെടാ, അവനൊന്ന് കയറട്ടെടാ. ടീച്ചർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവനായ ഒരു സ്ലൈഡിൽ കയറ്റുമ്പോഴും അവന് ഭയങ്കര പേടിയൊക്കെ ഉണ്ട്. അവൻ ഇറങ്ങിക്കൊണ്ടിരിക്കുക, അവന് ഭയങ്കര പേടിയാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. അവൻ പിന്നെ ഓപ്പോസിറ്റ് തിരിഞ്ഞ് വന്നിരുന്ന് അവർ ഒഴുകണത് കണ്ട് കൈയടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കാശിക്കുട്ടൻ കണ്ടോ, നമ്മുടെ കാന്താര സിനിമയിൽ ഋഷഭ് ഷെട്ടി മറ്റേ ഗേറ്റ് പൊളിച്ച് വരുന്ന പോലെ, തുറന്ന് പൊളിച്ച് വരുന്ന പോലെ കാശിക്കുട്ടന് സിമ്പിളായിട്ട് അപ്പുറത്തേക്ക് കിടക്കാൻ പറ്റും. അവന് പോകണമെന്ന് തോന്നിയാൽ അവന് സിമ്പിളായിട്ട് ആ ഗേറ്റ് കടന്ന് ഇപ്പുറത്തേക്ക് വരാൻ പറ്റും. ഞാനെടുത്തു, സിമ്പിളായിട്ട് എടുത്തു. പക്ഷേ എന്താ പറയുക, ടീച്ചേഴ്സിന്റെ ഒക്കെ കണ്ണെപ്പോഴുള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അവൻ വിചാരിച്ചപ്പോൾ അവൻ എൻ്റെ അടുത്തേക്ക് വന്നു. കുഞ്ഞി അവരതൊക്കെ ഓക്കെയാണ്. നിങ്ങൾക്ക് മനസ്സിലായോ നമ്മുടെ കാശിയുടെ ഒരു കാറ്റഗറി എങ്ങനെയാന്ന്? അല്ലൂട്ടൻ നേരായ വഴിയിലൂടെ സഞ്ചരിക്കുകയാണ്. തുറക്കഞ്ചു തുറക്ക് പൂവാന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. പൂവാന്ന് പറഞ്ഞില്ല, ഞങ്ങൾ പൂവാന്ന് പറഞ്ഞപ്പോൾ ഇവ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഇവനും കാശിക്കുട്ടനും വരാൻ വേണ്ടിയിട്ട് ഒട്ടും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അവിടെയാണ് രസം. എന്തേ നീ ഗേറ്റ് തുറന്നിട്ട് നോക്കിയെങ്കിലേ. പിന്നെ ടീച്ചർ പറഞ്ഞു കൊണ്ടക്കോളാൻ പറഞ്ഞു. അല്ലുമോൻ വാശി പിടിക്കുന്ന കാരണം അല്ലുമോനെ നേരത്തെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇവരെ നമ്മൾ തിരിച്ച് കൊണ്ടുപോകാൻ കേട്ടോ. അപ്പോൾ നിഖിൽ ട്രിപ്പ് അടിക്കുകയാണ്. നമ്മൾ ഏട്ടൻ വർക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് ഏട്ടൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിഖിൽ 1 by 1 ആയിട്ട് ട്രിപ്പ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഓരോ ബലൂൺസും തന്നിട്ടുണ്ടായിരുന്നു ടീച്ചർ. ഇനിയിപ്പോൾ കുറച്ച് നാൾ അംഗനവാടി യുദ്ധമാണ്. അംഗനവാടി വിശേഷങ്ങളൊക്കെ ആയിരിക്കും ഇനി കുറച്ച് നാൾ ഉണ്ടായിരിക്കുക. ഇനിയിപ്പോൾ കുറച്ച് ഡേ എന്താ പറയുക, അംഗനവാടി വിശേഷങ്ങളും അവരുടെ രാവിലത്തെ കുറേ റൂട്ടീൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. എന്നാലും നമ്മുടെ മക്കളെ എല്ലാവരും അനുഗ്രഹിക്കുക. അതേപോലെ തന്നെ അംഗനവാടിയിൽ ചേർന്ന പിള്ളേരുണ്ടെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ ഞങ്ങൾ അമ്മനോട് വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അമ്മ എങ്ങനെയായിരുന്നു, നിങ്ങളുടെ പേരക്കുട്ടികൾ ഇങ്ങനെയായിരുന്നു, ഇവൻ എങ്ങനെയായിരുന്നു, ഇവൻ കളിക്കായിരുന്നു, ഇവൻ ചാടായിരുന്നു, ഇവൻ മറിയായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാട്ടോ. ബൈ, സീ യു. അവൻ പറഞ്ഞു ആ വെള്ളം തരാം. അവർ പറഞ്ഞ് നോ വേണ്ട ഇവൻ എന്തല് അപ്പ കയറിയ ടീച്ചറൊക്കത്ത്